നമ്മുടെ ഡ്രോണുകൾ പാക് മണ്ണിലേക്ക് വലിയ നാശം വിതയ്ക്കുന്നുണ്ട്. അതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ ഡ്രോൺ ആക്രമണം റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിലായിരുന്നു. അതിൽ 3 ഡ്രോണുകളാണ് റാവൽപിണ്ടിയിലേക്ക് അയച്ചത്. ആ ആക്രമണത്തിൽ 4 പാക് ജവാന്മാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് രാത്രി 8:30 പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ മത്സരം നടക്കാനിരുന്ന സ്റ്റേഡിയമാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായിരിക്കുന്നത്. 9 സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇപ്പോൾ പറയുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്. അതായത് ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെന്ന് ഏറെക്കുറെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതായത് പാക് ആർമി ഇൻസ്റ്റലേഷൻസിൻ്റെയൊക്കെയാണ് ഇന്ത്യയുടെ ആക്രമണം വന്നത്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ചൈന നൽകിയ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചൈന പാകിസ്ഥാനിൽ കൊണ്ട് തള്ളിയ രണ്ടാം കിട ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ വലിയ വിലയ്ക്ക് ചിലപ്പോൾ ചൈന പാകിസ്ഥാന് വിറ്റിട്ടുള്ളതായിരിക്കാം. ഇവയൊന്നും തന്നെ യാതൊരു തരത്തിലും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്നലത്തെ ഇന്ത്യയുടെ വ്യോമാക്രമണം. അതായത് 24 മിസൈലുകൾ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ 25 മിനിറ്റ് അവിടെ താണ്ഡവ നൃത്തമാടിയിട്ട് പോലും ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയകരമായ വസ്തു. ഇന്നും ഈ പറഞ്ഞ പല ഡ്രോൺ അറ്റാക്കുകളും നടന്നിരിക്കുന്നത് ചൈനയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെയാണ്. അതായത് ഈ പ്രതിരോധ മിസൈലുകൾക്ക് നേരെയാണ്. പറയുമ്പോൾ നമ്മൾ സിറ്റിംഗ് ഡക്സ് ആണ്. അവിടെ ഈ ഡ്രോണുകൾ വരുന്നത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മിസൈൽ സംവിധാനമാണ് ചൈന പാകിസ്ഥാന് നൽകിയതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത് ചൈനീസ് ഗാർബേജ് ആയിരുന്നു ഇതെല്ലാം എന്നുള്ളത്. അപ്പോൾ അത് മൂന്നാമതായി ഇന്ത്യ ലക്ഷ്യമിട്ടത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ അല്ലെങ്കിൽ അവരുടെ മൊറാലിനെ തന്നെയായിരുന്നു. അതായത് 3 മേഖലകളിലാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഇന്ന് ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടേതാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുക, 1 പാകിസ്ഥാൻ്റെ സൈനിക ഇൻസ്റ്റലേഷൻസ്, 2 ചൈന നൽകിയിട്ടുള്ള രണ്ടാം കിട ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ, മൂന്നാമതായിട്ട് പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആത്മവീര്യം. ഈ 3 എണ്ണമാണ് ഇന്ത്യയുടെ ഈ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുള്ളത്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനം ലാഹോറിലേത് ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ളത്.